Okay, next question. The minimum number of flip-flops required to design a decade counter is. ഇപ്പൊ ഡീക്കേഡ് കൗണ്ടറിന്റെ മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒരു ഡിസൈൻ ഡീക്കേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, അതായത് 4 ആണ് മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ ഡിസിപ്പേഷൻ ഈസ് മിനിമം ഇൻ CMOS. ഇതില് പവർ ഡിസിപ്പേഷൻ മിനിമം ആയിട്ടുള്ളത് CMOSലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which addressing mode is required to the given 8086 instruction? Move AX 1, 1234HM. ഇതിന്റെ ആൻസർ വന്നിട്ട് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many 16-bit segment registers does 8086 have? 8086-ല് എത്ര 16-bit registers ആണ്? 4 16-bit registers ആണ് നമ്മുടെ 8086-ലുള്ളത്. Belady's anomaly occurs in which algorithm? ഏത് അൽഗോരിതത്തിലാണ്? FIFO അൽഗോരിതത്തിലാണ് നമ്മൾ ബെലഡീസ് അൽഗോരിതം അനോമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യണതോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ബാങ്കേഴ്സ് അൽഗോരിതം ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കൗണ്ടിങ് സെമാഫോർ ഈസ് ഇനീഷ്യലൈസ്ഡ് ടു 4, then 8P and 3V. P എന്ന് പറയുന്നത് ഇവിടെ വെയിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. V എന്ന് പറയുന്നത് ഇവിടുത്തെ സിഗ്നൽ ആയിട്ട്. ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഓൺ ദ സെമാഫോർ. ദ ഫൈനൽ വാല്യൂ ഓഫ് സെമാഫോർ ഈസ്. അപ്പൊ ഇവിടെ 8ഉം 3 ആണ് വരുന്നത്. 4 കൗണ്ടിങ് സെമാഫോഴ്സ് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫൈനൽ വാല്യൂ ഓഫ് സെമാഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് -1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിസ്റ്റം സപ്പോർട്ട്സ് എ വിർച്വൽ അഡ്രസ് സ്പേസ് ഓഫ് 4096 pages each with 512 bytes. If the main memory has 1024 frames, the number of bits in physical address. അപ്പോൾ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ വെർച്വൽ അഡ്രസ്സിന്റെ സ്പേസ് എന്ന് പറയുന്നത് 4096 പേജസ് ആണ്. അതിനകത്ത് 512, അതായത് 512 ബൈറ്റ്സ് ആണ് ഉള്ളത്. ഇത്രയും ഫ്ലെയിംസ് 1024 ഫ്ലെയിംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസർ വന്നിട്ട് 19 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The method for updating the main memory as soon as a word is removed from the cache is called. മെയിൻ മെമ്മറി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്ന ആ ഒരു ഇതിന് പറയുന്ന പേര് ഏതായിരിക്കും? റൈറ്റ് ബാക്ക്. ഓക്കെ, റൈറ്റ് ബാക്ക് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. If the disk head is located initially at 32, find the number of disk move required to FCFS, അതായത് first come first serve. If the disk queue of input-output blocks requires 98, 37, 40, 124, 65 and 72. അപ്പൊ ഇതിലെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലുള്ള ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിൽ എങ്ങനെയായിരിക്കും ആ ഒരു റിക്വസ്റ്റ് ഇവിടെ പെർഫോം ആവുന്നത്? ഇനീഷ്യലി 32 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 326 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The interrupt servicing mechanism in which the requesting device identifies itself to the processor to be serviced is vector interrupts. Okay. Next question. A process executes the code. ഇതിനകത്ത് ഫോക്ക് 3 ഫോക്ക് ആദ്യം ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, കോളിംഗ് വന്നിട്ടുണ്ട്. The total number of child process created. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 7. Which of the following is not a web server? ഇതിൽ വെബ് സെർവർ 7 അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഏതാണ്? 7 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 അല്ലാത്തത് ഏതാണ്? 7
വെബ് സെർവർ അല്ലാത്തത് ഏതാണ്? ഇതൊക്കെ നമ്മൾ കണ്ടുപരിചയമുള്ള വെബ് സെർവേഴ്സ് ആണ് അല്ലേ? വെബ് സെർവേഴ്സ് അല്ലാത്തത് എക്ലിപ്സ് ആണ്. ഓക്കെ. അറേയ്സ് വിത്ത് നെയിംഡ് കീസ് ആർ കോൾഡ് ഡാഷ് ഇൻ PHP. നെയിംഡ് കീവേഡ്സിനെ PHP പറയുന്ന ആ അറേനെ പറയുന്ന പേരെന്താണ്? അസോസിയേറ്റീവ് അറേസ് അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി സ്ക്രീനിൽ കാണുന്ന ഈ 3 ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു.